നമ്മളിപ്പോൾ 2026-ലാണ്. ഇത് കേൾക്കുന്ന ഓരോ ആളുകളും ജീവിതത്തെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടൊക്കെ നോക്കിക്കാണുന്ന അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊക്കെ ഒരു കൊല്ലം കൂടി അടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നൊരു കാലഘട്ടമായിട്ടൊക്കെ നമുക്കിതിനെ നോക്കിക്കാണാം. നമ്മുടെ ചുറ്റും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനാണ്? അസുഖങ്ങളെക്കാൾ ഉപരി പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ ആശുപത്രിയിൽ വരാൻ സാധ്യതയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ലുകളെയാണ് നമ്മളിൽ പല ആളുകളും ഇന്ന് പേടിക്കുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ ഹോസ്പിറ്റൽ ബില്ലിലൂടെ ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ പല ആളുകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നതിനെക്കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഗൈഡായിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഒന്നുകൂടി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ നിങ്ങളും ഒരു ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു സാമ്പത്തിക സുരക്ഷാ കരാറാണ്. ഇതിനായിട്ട് നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ഒരു നിശ്ചിത തുക പ്രീമിയമായിട്ട് കമ്പനിക്ക് നൽകുന്നുണ്ട്. അത് മന്ത്ലി കൊടുക്കാനായിട്ടുള്ള അവസരമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പകരം പോളിസി നിബന്ധനകൾക്ക് വിധേയമായിട്ട് നിങ്ങളുടെ ചികിത്സാ ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കുമെന്നുള്ളൊരു കരാറാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്, സർജറികൾ, മരുന്നുകൾ, ടെസ്റ്റുകൾ, മറ്റ് ചികിത്സകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് അസുഖം വരുമ്പോൾ കയ്യിൽ നിന്ന് വലിയൊരു തുക ഹോസ്പിറ്റലിൽ അടയ്ക്കുന്നതിന് പകരം ഇൻഷുറൻസ് കമ്പനി അത് നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പല ആളുകളും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഇത്ര തുക അടച്ചിട്ട് നിങ്ങൾക്ക് അസുഖമൊന്നും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ലൈഫ് റിസ്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഓർക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് പണം ഇരട്ടിപ്പിക്കാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നിക്ഷേപ പദ്ധതിയൊന്നുമല്ല, മറിച്ച് അതൊരു സുരക്ഷ മാത്രമാണ്. ഇനി എന്തിനാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ചോദിച്ചാൽ, ഓരോ വർഷവും ചികിത്സാ ചെലവുകൾ അഥവാ മെഡിക്കൽ ഇൻഫ്ലേഷൻ വളരെ വേഗത്തിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം ഏറ്റെടുക്കുന്ന കമ്പനികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചില അവസരങ്ങളിൽ ഒരൊറ്റ ICU ബില്ല് മതി നമ്മുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള സമ്പാദ്യം മുഴുവൻ തകർത്ത് കളയാനായിട്ട്. മെഡിക്കൽ എമർജൻസികൾ എപ്പോഴാണ് വരിക എന്നത് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബത്തെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് സംരക്ഷിക്കും. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു സമാധാനമുണ്ട്, അതൊരു വലിയ സമാധാനമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊരിക്കലും റിട്ടേൺ തരുന്ന ഒരു സംഭവമൊന്നുമല്ല. അടുത്തതായിട്ട് നമ്മൾ എത്ര രൂപയുടെ കവറേജ് അഥവാ സം അഷ്യൂർഡ് എടുക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് എല്ലാ ആളുകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഒറ്റ ഉത്തരവൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ താമസിക്കുന്ന നഗരം അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ലൊക്കേഷൻ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ മെട്രോ നഗരങ്ങളിലൊക്കെ ഹോസ്പിറ്റൽ ചെലവുകൾ വളരെ കൂടുതലായിരിക്കും. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തത്തിൽ നോക്കണം. ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, ഫ്ലോട്ടർ പ്ലാനൊക്കെ എടുക്കുമ്പോൾ കുടുംബത്തിൻ്റെ വലുപ്പവും പ്രായമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സമ്മർഷോടിലെ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നു പോകണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതശൈലി, നിലവിലുള്ള ആരോഗ്യസ്ഥിതി, നിങ്ങളുടെ വരുമാനവും സമ്പാദ്യവും എന്നിവയെല്ലാം നോക്കിയിട്ട് വേണം ഒരു പോളിസിയുടെ കവറേജ് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എത്ര കവറേജ് എടുത്താലാണ് മതിയാവുക? ഇതിനും എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് ഉത്തരവൊന്നുമില്ല. ഒരൊറ്റ കാര്യം ഓർക്കുക, നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാത്ത രീതിയിൽ വലിയൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കവറേജ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാനായിട്ട് ചിലപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും. വളരെ എളുപ്പമാണ്, വാങ്ങുക എന്ന് പറയുന്ന പരിപാടി വളരെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വെല്ലുവിളി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള, ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ശരിയായ പ്ലാൻ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പലർക്കും വിപണിയിലുള്ള ഡസൻ കണക്കിന് പോളിസികൾ ഇരുന്ന് കമ്പയർ ചെയ്യാനായിട്ടോ അതിലെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്ന നിബന്ധനകൾ മനസ്സിലാക്കാനായിട്ടോ ക്ലെയിം ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചറുകളാണ് ആവശ്യമെന്ന് തിരിച്ചറിയാനോ സമയം ഉണ്ടാകാറില്ല. ഇവിടെയാണ് ഒരു വിദഗ്ധൻ്റെ, ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നമുക്ക് വലിയ ഗുണപ്രദമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡിറ്റോ നിർദ്ദേശിക്കുന്നത്. ഡിറ്റോ പ്ലാറ്റ്ഫോമിനെ ഞാൻ മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സെറോദയുടെ പിന്തുണയുള്ള ഒരു കമ്പനിയാണ് ഡിറ്റോ. ഇൻഷുറൻസ് വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ സെലക്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് അവരുടെ ജോലി. വ്യക്തിപരമായിട്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും നിലവിലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് നീഡുകൾക്ക് വേണ്ടി ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ പ്ലാറ്റ്ഫോം. പലപ്പോഴും ഇൻഷുറൻസുകളൊക്കെ നേരിട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വിവിധ ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്ഷനുകൾ മനസ്സിലാക്കാനായിട്ടും പ്ലാനുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഞാൻ ഡിറ്റോയുടെ വെബ്സൈറ്റും അവരുടെ സൗജന്യ കൺസൾട്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, യാതൊരുവിധ ശല്യങ്ങളും ഇല്ല. നിങ്ങൾ വിളിച്ച് വെറുപ്പിക്കത്തില്ല എന്നുള്ളതാണ്, സ്പാമിംഗ് ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു സംഗതി. നിങ്ങൾക്ക് നിലവിലൊരു പോളിസി ഉണ്ട്, അതൊന്ന് റിവ്യൂ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ പുതിയൊരെണ്ണം എടുക്കണമെങ്കിലും അവരുടെ അഡ്വൈസർമാർ നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ്, എക്സ്ക്ലൂഷനുകൾ, സബ് ലിമിറ്റുകൾ, ക്ലെയിം പ്രോസസ്സ് എന്നിവയെല്ലാം വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഈ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമാണ്. മാത്രമല്ല യാതൊരുവിധ സ്പാം കോളുകളും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞിരുന്നു. ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം അവർ 24/7 ക്ലെയിം സപ്പോർട്ട് നൽകുന്നു എന്നതാണ്. ഇപ്പോൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിറ്റോയുടെ ടീം നിങ്ങളെ സഹായിക്കുകയും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി തരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുകയോ നിലവിലുള്ള പോളിസി പരിശോധിക്കാനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒരു ഫ്രീ കോള് ബുക്ക് ചെയ്യുക. ഒരു പോളിസി എടുക്കുന്നതിന് മുൻപ് ഒരു വിദഗ്ധനോട് സംസാരിക്കുന്നത് ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമതായി കോ പേയ്മെന്റ്. ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബില്ലിന്റെ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നതിനാണ് കോ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1,00,000 രൂപയുടെ ബില്ലിൽ 10% കോ പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10,000 രൂപ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ബാക്കി 90,000 രൂപയെ ഇൻഷുറൻസ് കമ്പനി തരൂ. അതുകൊണ്ട് കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസികൾ തിരഞ്ഞെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിന് ഒക്കുമെന്നുണ്ടെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് റൂം റെന്റ് ലിമിറ്റ് ആണ്. ഇൻഷുറൻസ് കമ്പനി ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ റൂം വാടകയ്ക്കായിട്ട് നൽകുന്ന പരമാവധി തുകയാണിത്. ഈ ലിമിറ്റിലും കൂടുതൽ തുകയുള്ള റൂമാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അനുപാതത്തിൽ ടോട്ടൽ ബില്ലിൽ നിന്നും ആ ഒരു തുക കുറയ്ക്കും. പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് 5,00,000 രൂപ സം അഷ്യൂർഡുള്ള പോളിസിയിൽ 1% റൂം റെന്റ് ലിമിറ്റ്, അതായത് ദിവസേന 5,000 രൂപയാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ 10,000 രൂപയുടെ റൂമിലാണ് കിടന്നത് എന്നുണ്ടെങ്കിൽ റൂം വാടകയുടെ മാത്രമല്ല ഡോക്ടറുടെ ഫീസ്, ടെസ്റ്റുകൾ തുടങ്ങിയ മൊത്തം ബില്ലിന്റെയും 50% മാത്രമേ ഇൻഷുറൻസ് കമ്പനി നൽകത്തുള്ളൂ. അതുകൊണ്ട് റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികൾ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതും ഞാൻ പറയുന്നു നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാക്സിമം നോക്കുക, കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഡിസീസ് സബ്ലിമിറ്റുകളാണ്. ചില പ്രത്യേക രോഗങ്ങൾക്കോ ചികിത്സകൾക്കോ കമ്പനി നിശ്ചയിച്ചിട്ടുള്ള പരമാവധി പരിധിയാണിത്. നിങ്ങളുടെ സം അഷ്വേർഡ് തുക എത്ര വലുതാണ് എന്നുണ്ടെങ്കിലും ഈ രോഗങ്ങൾക്ക് നിശ്ചിത തുക മാത്രമേ ലഭിക്കത്തുള്ളൂ. തിമിരം, കാറ്ററാക്ട്, ഹെർണിയ, കല്ലുകൾ, കിഡ്നി സ്റ്റോൺസ്, ക്യാൻസർ, മുട്ടുമാറ്റിവെക്കൽ എന്നിവയ്ക്കൊക്കെ സാധാരണയായിട്ട് സബ് ലിമിറ്റുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സബ് ലിമിറ്റുകൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞതോ ആയിട്ടുള്ള പ്ലാനുകൾ നോക്കുക. ഈ അസുഖങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാനിൽ ഉണ്ടോ എന്നറിയാനായിട്ട് ആ വിദഗ്ധനുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. നാലാമതായിട്ട് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപും ഡിസ്ചാർജ് ആയതിനു ശേഷം ഉണ്ടാകുന്ന ചില ചിലവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയൊരു സർജറിക്ക് ശേഷമൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കെയർ ഒക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. മുന്നേ ആണെന്നുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ടെസ്റ്റുകൾ, മരുന്നുകൾ, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നിവയൊക്കെ മൊത്തത്തിൽ ഞാൻ പറയുമ്പോൾ അതിനകത്ത് വരും. സാധാരണയായിട്ട് അഡ്മിറ്റ് ആകുന്നതിന് 30 മുതൽ 90 ദിവസം മുൻപ് വരെയുള്ള ചെലവുകളും ഡിസ്ചാർജ് ആയി 60 മുതൽ 180 ദിവസം വരെയുള്ള ചെലവുകളും ഇതിനകത്ത് കവർ ചെയ്യപ്പെടും. ഉദാഹരണത്തിന് അഡ്മിറ്റ് ആകുന്നതിന് മുൻപ് നിങ്ങൾ 8,000 രൂപയുടെ ടെസ്റ്റുകൾ നടത്തിയെന്ന് വിചാരിക്കുക. ഡിസ്ചാർജ് ആയ ശേഷം മരുന്നുകൾക്കും ഫോളോ അപ്പുകൾക്കുമായിട്ട് 12,000 രൂപ ചിലവായി എന്നുണ്ടെങ്കിൽ ഇതും ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിങ്ങടെ കവറായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ കവർ ആകുന്നുണ്ടോ എന്നുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നോക്കുക. ഇനി അഞ്ചാമതായിട്ട് ഡേ കെയർ പ്രൊസീജിയറുകളാണ്. പലപ്പോഴും ഈ ഡേ കെയർ പ്രൊസീജിയറുകൾ സാധാരണ ഇൻഷുറൻസ് പ്ലാനുകളിൽ കവർ ആവുന്നത് കാണാനായിട്ട് പറ്റാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പല പ്ലാനുകളും അത് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന, രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന ചില ചികിത്സകളാണിത്. തിമിര ശസ്ത്രക്രിയ, ഡയാലിസിസ്, കീമോതെറാപ്പി തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ഇവയും ഇൻഷുറൻസിൽ പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ പല പ്ലാനുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഇത് കൃത്യമായിട്ട് നോക്കുക. ആറാമതായിട്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. നിങ്ങളുടെ പോളിസി തുക ഒരു വർഷത്തിനിടയിൽ ഉപയോഗിച്ച് തീർന്നു പോയെന്ന് വിചാരിക്കുക. അത് കമ്പനി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഫില്ല് ചെയ്തു തരുന്ന ഒരു ഫീച്ചറാണിത്. ഒരേ വർഷം തന്നെ ഒന്നിലധികം ക്ലെയിമുകളൊക്കെ വരുന്ന സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടും. പ്രായമായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. ചില പ്ലാനുകളിൽ ഇത് ഒരു തവണ മാത്രമായിരിക്കും, ചിലതിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ലഭ്യമാണ്. അപ്പോൾ ഈ റീസ്റ്റോറേഷനും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒന്ന് അന്വേഷിക്കുക. ഇനി ഏഴാമതായിട്ട് നോ ക്ലെയിം ബോണസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലെയിം ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക, നമ്മൾ കൃത്യമായിട്ട് പണമൊക്കെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രീമിയം കൂട്ടാതെ തന്നെ കമ്പനി നമുക്ക് നൽകുന്ന അധിക കവറേജ് ആണിത്. ഉദാഹരണത്തിന് ഈ വർഷം 5 ലക്ഷം രൂപയുടെ കവറേജ് ഉള്ള ഒരാൾക്ക് ക്ലെയിം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 6 ലക്ഷം രൂപയുടെ കവറേജ് ആയിട്ട് മാറും. ഇത് ബേസ് സം അഷ്യൂർഡിൽ 50% മുതൽ 100% വരെ ക്യാപ്പ് ചെയ്യാറുണ്ട്. ഇനി എട്ടാമതായിട്ട് വെയിറ്റിംഗ് പീരീഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസ് എടുത്ത ഉടനെ എല്ലാ രോഗങ്ങൾക്കും ക്ലെയിം കിട്ടില്ല.
ഇപ്പോൾ അപകടങ്ങൾക്കൊക്കെയുള്ള കവറേജ് 1-ാം ദിവസം മുതൽ തന്നെ ലഭിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും മറ്റ് രോഗങ്ങൾക്ക് തുടക്കത്തിൽ ഒരു 30 ദിവസത്തേക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് 1 മുതൽ 2 വർഷം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട്. നിലവിലുള്ള രോഗങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് 2 മുതൽ 3 വർഷം വരെയും വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ കാലയളവിൽ നടത്തുന്ന ക്ലെയിമുകൾ കമ്പനി നിരസിക്കും. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഡിസീസുകളുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളുടെ ചില അസുഖങ്ങളിലൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്ന പോളിസികളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അതാണ് എടുത്തത്. ഇനി 9ാമതായിട്ട് ആയുഷ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികളുടെ ചെലവുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന് 3 നിബന്ധനകളുണ്ട്. ചികിത്സ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നിർദ്ദേശിച്ചതായിരിക്കണം. ഏതെങ്കിലും നാട്ട് വൈദ്യൻ ചുമ്മാ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതിലൊന്നും ക്ലെയിം കിട്ടത്തില്ല. അതായത് ഗവൺമെൻറ് അംഗീകൃത സെൻറ്ററിൽ നിന്നിട്ടായിരിക്കണം ചികിത്സ തേടേണ്ടത്. കൂടാതെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾക്ക് അവർ നിർബന്ധം പറയുന്നുണ്ട്. ഇനി 10ാമതായി ഡൊമിസിലിയറി ഹോസ്പിറ്റലൈസേഷൻ. ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ ബെഡ് ലഭ്യമല്ലാത്തതിനാലോ അല്ലെങ്കിൽ രോഗിയുടെ ഗുരുതരാവസ്ഥ കാരണമോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു ചികിത്സയാണിത്. ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ നമ്മളിത് കണ്ടതാണ്. പല ആളുകളും വീട്ടിൽ തന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടി സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഡോക്ടറുടെ രേഖാമൂലമുള്ള കുറിപ്പ് നിർബന്ധമാണ്. കൂടാതെ ചികിത്സ 72 മണിക്കൂറിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കേണ്ടതുണ്ട്. ഇത് റീഇംബേഴ്സ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പണം ആദ്യം മുടക്കണം, പിന്നീട് നമുക്കത് തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ക്ലെയിം പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ലളിതമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് മുൻകൂട്ടി അറിയുന്നത് അവസാന നിമിഷത്തെ ആ ഒരു പാനിക് സിറ്റുവേഷൻ, പരിഭ്രാന്തി ഒഴിവാക്കാനായിട്ടൊക്കെ സഹായിക്കും. ആശുപത്രിയിൽ പ്രവേശിച്ച് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റലിലുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ആളുകളെയൊക്കെ കാര്യം അറിയിക്കേണ്ടതുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്യാഷ്ലെസ് അല്ല എന്നുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ചിലത് ക്യാഷ്ലെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എത്ര ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ഇൻഷുറൻസ് എടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് ക്ലെയിം അപ്രൂവൽ ലഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് അത് ചോദിക്കുകയോ ചെയ്യും. അതിനുശേഷമാണ് ഫൈനൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഹോസ്പിറ്റലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപേ തന്നെ കമ്പനി അറിയിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, എപ്പോഴും ഒരു ആൾ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഡിറ്റോയുടെ സഹായത്തോടെ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ക്ലെയിമുകൾ റിജക്റ്റ് ആകാനായിട്ടുള്ള പൊതുവായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിലവിലുള്ള രോഗങ്ങൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാം. ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ ക്ലെയിം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാം. ഇപ്പോൾ പോളിസിയിൽ കവറേജ് ഇല്ലാത്ത ചികിത്സകൾ നമ്മൾ ചെയ്തിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. തെറ്റായിട്ടുള്ള രേഖകളോ മിസ്സിംഗ് ബില്ലുകളോ നൽകുന്നത് വഴി നമുക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാം. ഇനി പ്രീമിയം അടയ്ക്കാത്ത സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ 2 കൊല്ലം കൃത്യമായിട്ട് അടച്ചു, 3ാമത്തെ കൊല്ലം നിങ്ങളെ വിളിച്ച് അവരും അടുത്ത് പോളിസി ലാപ്സായി കിടക്കുന്ന സമയത്ത് ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ വലിയ നൂലാമാലകളൊക്കെ ഉണ്ട്. സാധാരണ പ്രീമിയം അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞാലും ഇൻഷുറൻസ് കമ്പനികൾ 15 മുതൽ 30 ദിവസം വരെയൊക്കെ ഗ്രേസ് പീരീഡ് നൽകാറുണ്ട്. പ്രതിമാസ പ്രീമിയങ്ങൾക്ക് ഇത് ചിലപ്പോൾ 7 ദിവസം വരെയൊക്കെയാണ്. ഈ സമയത്ത് പോളിസി ആക്റ്റീവ് ആകും എന്നുണ്ടെങ്കിലും ക്ലെയിമുകൾ കമ്പനി സ്വീകരിക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകളും കൂടെ ഒന്ന് കവർ ചെയ്ത് പോവേണ്ടതുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകൾ? ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ആരുമില്ല, നിങ്ങൾ വളരെ സിംഗിളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസുകളാണ് എപ്പോഴും നല്ലത്. ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ ഉണ്ട്. ഒരു പോളിസിയിൽ തന്നെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും കവറേജ് ലഭിക്കുന്ന ഒരു പ്ലാനാണത്. ഇതിലെ തുക പരസ്പരം പങ്കിടാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ചെറിയ കുടുംബങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ലാഭകരമാണ്. ഇനി സീനിയർ സിറ്റിസൺ പ്ലാനുകളുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് അത്തരത്തിലുള്ള പ്ലാനുകൾ. ഇതിന് പ്രീമിയം കൂടുതലായിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആജീവനാന്തം പ്രീമിയം ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. കമ്പനികളോ തൊഴിലുടമകളോ ജീവനക്കാർക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി നൽകുന്ന ഇൻഷുറൻസ് പ്ലാനുകളാണ് ഇത്. ഇനിയിപ്പോൾ ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കവറേജുകളുണ്ട്. മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ നൽകുന്ന പ്രത്യേക സുരക്ഷയാണത്. അടുത്തത് ടോപ്പപ്പ്, സൂപ്പർ ടോപ്പപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. നിലവിലുള്ള കവറേജ് പരിധി കഴിഞ്ഞാൽ അധിക സുരക്ഷ നൽകുന്ന പ്ലാനുകളാണ് അത്തരത്തിലുള്ള പ്ലാനുകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് പണം ലാഭിക്കാനായിട്ടുള്ള ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. വെറും കുറഞ്ഞ പ്രീമിയം മാത്രം നോക്കാതെ അതിൻ്റെ കവറേജ്, നിബന്ധനകൾ, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഉപയോഗം എന്നിവ നോക്കി കൃത്യമായിട്ട് വേണം പോളിസി തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഡിറ്റോയുമായിട്ട് ഒരു സൗജന്യ കോൾ ബുക്ക് ചെയ്തിട്ട് സംസാരിക്കുക. അവിടുത്തെ വിദഗ്ധർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത കമൻറ്റിലും ഒക്കെ നൽകിയിട്ടുണ്ട്. നന്ദി.